ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. വന്ദരായ സയ്യിദ് അവറുകൾ, സാലിഹ് ഉസ്താദ് തുടങ്ങിയ പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സഹോദരന്മാർ, മുത്തഅല്ലിമീൻ, നാം എല്ലാവരും, നമ്മുടെ എല്ലാവരുടെയും ആത്മീയ നേതാവ് ഷെയ്ഖും മുർഷിദുമായ താജുശ്ശേരി ആലിക്കുഞ്ഞ് ഉസ്താദിൻ്റെ അനുസ്മരണ യോഗത്തിലാണ് നാം ഉള്ളത്. അള്ളാഹു നാം ഒരുമിച്ച് കൂടിയതും ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു കബൂലാക്കി തരുമാറാകട്ടെ. അത് കാരണമായി നമുക്കെല്ലാവർക്കും അള്ളാഹു ദീർഘ ആയുസ് ആഫിയത്ത് തന്ന് ആഖിബത്ത് അള്ളാഹു നന്നാക്കി തന്ന് ഉസ്താദിൻ്റെ കൂടെ സ്വർഗത്തിൽ നമുക്കെല്ലാവർക്കും പ്രവേശിക്കാൻ കാരണമായ ഒരു സദസ്സായി അള്ളാഹു നമ്മിൽ നിന്നിട്ട് അള്ളാഹു കബൂലാക്കി തരുമാറാകട്ടെ. ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടി റഫീഖ് സൈദി, അതുപോലെ ഒരുപാട് പ്രാസംഗികന്മാർ, ഉസ്താദന്മാരുണ്ട്. അവരെല്ലാം ഇരിക്കുമ്പോൾ ഞാൻ കുറേ നേരം വിഷയം പറയൽ ശരിയല്ല എന്ന് തോന്നും. അതുകൊണ്ട് എന്നെ ക്ഷണിച്ചതിന് വേണ്ടി, ഉസ്താദിൻ്റെ ഒരു അനുസ്മരണമായതിന് വേണ്ടി, ബർക്കത്തിന് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തും. ഉസ്താദിൻ്റെ 3ാമത്തെ അനുസ്മരണ യോഗമാണ് നാം ഒരുമിച്ച് കൂടിയത്. 3അല്ലേ? 4ാമത്തെ അനുസ്മരണ യോഗമാണ് നാം ഒരുമിച്ച് കൂടി. ഈ 4 കൊല്ലം കഴിഞ്ഞു ഉസ്താദ് നമ്മിൽ നിന്നിട്ട് ഇവിടെ പറഞ്ഞിട്ട്. കുറേ കാലം ഉസ്താദിൻ്റെ ജീവിതത്തിൽ നാം ഉസ്താദുമായി പലപ്പോഴും ഉസ്താദിൻ്റെ സദസ്സുകളിലും ഉസ്താദിൻ്റെ ദർസുകളിലും ഉസ്താദിൻ്റെ നടത്തത്തിലും ഇരുത്തത്തിലും നാം എല്ലാവരും കൂടി ഉസ്താദിൻ്റെ കൂടെ കൂടിയവരാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയായി ഷെയ്ഖുന ഉസ്താദിനെ പോലെയുള്ള ഒരാളെ നമുക്ക് കാണാൻ വേണ്ടി ആരെയും സാധിച്ചിട്ടില്ല. ആ സ്വഭാവ ഗുണത്തിലും മറ്റ് എല്ലാ ഓരോ താലീമിൻ്റെയും എല്ലാ വിഷയത്തിലും ഉസ്താദിനെ പോലത്തെ ഒരാളെ കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഞാൻ സജീപ്പ് ഉസ്താദിൻ്റെ അടുത്ത് 6 കൊല്ലം ദർസിൽ പഠിച്ചപ്പോൾ ഉസ്താദിനെ കാണുമ്പോൾ എനിക്ക് പേടിയാണ്. ഉസ്താദിൻ്റെ തലയിക്കെട്ട് കാണാൻ എനിക്ക് പേടിയാണ്. സജീപ്പ് ഉസ്താദ് റൂമിലുണ്ടെങ്കിൽ അങ്ങനെ റൂമിൻ്റെ നേർക്ക് പോകാൻ വേണ്ടി പേടിയാണ്. ആ ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് തഫ്സീർ മിഷ്കാത്തിലേക്ക് അത്രത്തോളം ഓതി ഞാൻ കുംഭൂല ദർസിലേക്ക്, ഷെയ്ഖുന ഉസ്താദിൻ്റെ ദർസിലേക്ക് വന്നപ്പോൾ ഉസ്താദിൻ്റെ സ്വഭാവങ്ങളും കാര്യങ്ങളും, ഉസ്താദ് വലിയ ഹൈബത്തുള്ള ആളാണ്, വലിയ ഉയർന്ന സ്ഥാനമുള്ള ആളാണ്. അള്ളാഹുയുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. വളരെയധികം സന്തോഷകരമായ ഒരു നിലക്കുള്ള ഇടപെടലാണ് ഉസ്താദിൻ്റെ മുത്തഅല്ലിമീങ്ങളോട് അതുപോലെ മറ്റ് സാധാരണക്കാരോടും ഉള്ളത്. നമുക്ക് പലപ്പോഴും ഷെയ്ഖുന ഉസ്താദിൻ്റെ ജീവിതത്തെ ഓർക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തിൻ്റെയും ഇടയിലുള്ള ആ ജീവിതത്തിൻ്റെ ഓർമ്മയാണ് നമുക്ക് വരുന്നത്. അത് ആ സ്വഭാവത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തി തരുന്നു. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ സ്വഹാബത്തും ഇങ്ങനെ ഇമാം ജമാഅത്തായി നമസ്കരിക്കുന്ന സമയത്ത് ഒരാൾ നമസ്കാരത്തിൽ തുമ്മിയപ്പോൾ ഒരാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പോൾ മറ്റ് മുആവിയത്ത് ബിൻ ഹക്കമുൽ അസ്ലമി എന്ന് പറയുന്ന സ്വഹാബി ഇർഹമക്കല്ലാ എന്ന് പറഞ്ഞു. ഇസ്ലാമിൻ്റെ തുടക്ക സമയമാണത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തുറച്ചു നോക്കി. ആ മുആവിയത്തുൽ ഹക്കമുൽ അസ്ലമീൻ അത് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാകുമല്ലോ, അള്ളാഹു അല്ലാത്തവരോട് ഒരു മുനാജാത്ത് എന്നുള്ള ആ ശബ്ദം ഉണ്ടായാൽ നിസ്കാരം ബാത്തിലാകുമല്ലോ, അതുകൊണ്ട് എല്ലാവരും നോക്കി. ഇസ്ലാമിൻ്റെ ആദ്യ കാലമാണ്. അപ്പം ഞാൻ ചോദിച്ചു, മാതാ തന്നുറൂന്, എന്താണ് ഇങ്ങനെല്ലാം കണ്ണു മറിച്ചിട്ട് നോക്കുന്നത് എന്ന് ഞാൻ നിസ്കാരത്തിൽ ചോദിച്ചു. അപ്പോൾ അവരെല്ലാം അവരുടെ തൊടയിൽ അടിച്ച് ശബ്ദമുണ്ടാക്കി എന്നെ അടക്കിയിരുത്താൻ വേണ്ടി ഇഷാറത്ത് ചെയ്തു. പക്ഷെ എനിക്ക് വല്ലാത്ത ദേഷ്യമുണ്ടെങ്കിലും എൻ്റെ കൂടെ ഞങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുന്നത് നമ്മുടെ കൂടെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങളുമുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ തൽക്കാലം ഒന്നും മുണ്ടിയില്ല, അടങ്ങിയിരുന്നു. നമസ്കാരം കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയായി. ഈ കാട്ടിക്കൂട്ടിയതിൻ്റെ പേരിൽ വല്ലതും എന്നെ ആക്ഷേപിക്കുമോ
എന്നെ അടിക്കുമോ, എന്നെ പുറത്താക്കുമോ എന്നുള്ള കാര്യം എനിക്കുണ്ടായി, ഭയമുണ്ടായി. നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, മനിൽ മുത്തക്കല്ലിം, ആരാ സംസാരിച്ചത്? ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഞാനാണ്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ലാ തസ്ലുഹുലി ഹാദ, ഇത് ഈ നമസ്കാരത്തിൽ പറ്റിയ ഒരു കാര്യമല്ല. ഇത് ലിസ്വലാത്തി വ ദിക്രി വ തസ്ബീഹി, തസ്ബീഹും ദിക്റും ഖുർആനും ഇത് പറയേണ്ട ഒരു കാര്യമാണ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ മുആവിയത്ത് ബിൻ ഹക്കമുൽ അസ്ലമി പറയുന്നു, മാ റഅയ്തു മുഅല്ലിമൻ ഖത്തു, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു അധ്യാപകനെ ഞാൻ കണ്ടിട്ടില്ല. വലാ ലറബനി വലാ ശതമനി വലാ കഹ്റനി, എന്നെ അടിച്ചില്ല. നമസ്കാരത്തിൽ ഈ കുരുത്തക്കേട് കാണിച്ചതിൻ്റെ പേരിൽ എന്നെ അടിച്ചില്ല, എന്നെ ചീത്ത പറഞ്ഞില്ല, എന്നെ ഘനമുള്ള സംസാരം സംസാരിച്ചു, എന്നെ ശകാരിച്ചില്ല. ഇങ്ങനെയുള്ള ഒരാളെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന്. അതുപോലത്തെ ഒരു ജീവിതമായിരുന്നു ഞങ്ങൾക്കെല്ലാം. ഉസ്താദിൻ്റെ ഒരുപാട് ശിഷ്യന്മാരുടെ ആൾക്കാരുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഞങ്ങൾ കണ്ടത് ഇതുപോലത്തെ ഒരു അധ്യാപനമാണ് ശൈഖുന ഉസ്താദിൻ്റെ കയ്യിൽ നിന്ന് അരികത്തിൽ നിന്ന് നമ്മൾ നേടിയത്. ഞാനൊരിക്കൽ ഉസ്താദിൻ്റെ ദർസിൽ കുമ്പോലിരിക്കുമ്പോൾ ചായ കുടിച്ച് നാഷ്ടാക്കിയിട്ട് വന്നിട്ട്, അപ്പോൾ സിഗരറ്റ് വലിക്കുക എന്നുള്ളത് വലിയ ജോസുള്ള കാര്യമാണ്, സിഗരറ്റ് വലിക്കാൻ. അപ്പം ഞാനൊരു സിഗരറ്റ് എടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു സിഗരറ്റ് ഗേറ്റിലിരുന്നിട്ട്, കുമ്പോലെ പഴയ പള്ളീൻ്റെ ഗേറ്റിലിരുന്നിട്ട് ഞാനിങ്ങ് സിഗരറ്റ് വലിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ബയ്യൻ ഉസ്താദുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ വല്ലാത്ത സിഗരറ്റ് കുറ്റിയെല്ലാം താഴെ വീണ്, അതൊന്നുമില്ല, ഏത് ഭാഗത്തേക്ക് പോയിന്നില്ല. പിന്നെ ഇതിനെപ്പറ്റി ഇങ്ങനെ വല്ലാത്തൊരു പേടിയുണ്ടായി എനിക്ക്. പക്ഷേ അന്നത്തെ സബക്ക് ഒരു വിഷയം ഉണ്ടായിരുന്നില്ല, പിറ്റത്തെ സബക്കിലും ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു സലാമത്തായി, ഒരു വിഷയം ഇല്ലല്ലോ. മൂന്നാമത്തെ ദിവസം പറഞ്ഞു, ഒരു ഉസ്താദിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ ദർസിൽ ആരോ പേര് പറഞ്ഞു. അപ്പോൾ ആ ഉസ്താദ് സിഗരറ്റ് വലിച്ചു. കടലയാണ് അന്നത്തെ നാഷ്ടത്തിന്, കടല വേവിച്ചിട്ടാണ് ചായ കുടിച്ചതില്ല. അപ്പോൾ ആ ഉസ്താദ് കടലയെല്ലാം തിന്നതിന് ശേഷം സിഗരറ്റ് വലിച്ചു. അപ്പോൾ ഉസ്താദ് സബക്കിൽ ചോദിച്ചു, നീ കടല തിന്നിട്ട് സിഗരറ്റ് വലിച്ചെങ്കിൽ ബിരിയാണി വലിച്ചിട്ട് എന്ത് വലിക്കുമോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു. ഇതൊരു ഇഷാറത്താണ് എനിക്ക്, നീ ഇപ്പോഴെന്നെ ഇത്ര ചെറിയ പ്രായത്തിൽ ഈ സിഗരറ്റ് വലിച്ചെങ്കിൽ വലിയാകുമ്പോൾ എന്ത് വലിക്കൂ, ഒലക്ക പോലത്തെ വലിക്കേണ്ടി വരുമല്ലേ എന്നുള്ള ഒരു ഈ നിലക്കുള്ള ഒരു അധ്യാപനമാണ്. എന്നെ പറഞ്ഞില്ല, നീ വലിച്ച ആർക്കും അറിയില്ല, ഞാനല്ലാത്ത ഒരാൾക്കും ഈ സിഗരറ്റ് വലിച്ച ഒരു സംഭവനെ അറിയില്ല. ശൈഖുന ഉസ്താദ് ഞങ്ങൾക്കെല്ലാം പഠിപ്പിച്ചു തന്നത് ഞങ്ങൾ ഇപ്പോൾ ഖേദിക്കുകയാണ്. ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും അവിടെ നടന്നിരിക്കുന്ന സ്വഭാവത്തെ പകർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കാത്ത ഞങ്ങൾക്ക് ഉസ്താദിനെ അനുസ്മരിക്കാൻ അർഹതയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാഹു തആല അവരോടൊപ്പം നമ്മളെല്ലാവരെയും എല്ലാവരെ പോലെ ഒരു ശിഷ്യന്മാരെ പോലെ ഞാനടക്കമുള്ള എന്നെപ്പോലത്തെ പാവങ്ങളെല്ലാം നടക്കുന്നില്ല. ആ കൂട്ടത്തിൽ ഒരുപാട് ഉസ്താദിൻ്റെ ശിഷ്യന്മാരിൽ നിന്നിട്ട് വലിയ ഉസ്താദിൻ്റെ ശിഷ്യന്മാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബാക്കല ഉസ്താദ്, ബാക്കല ഇബ്രാഹിം മൈലാർ, അതുപോലെ വെള്ളിപ്പാടി ഉസ്താദിൻ്റെ ശിഷ്യന്മാരാണ് അവർ ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ സാധുവായ എനിക്ക് ഒരു ശിഷ്യനെന്ന് പറയാനുള്ള എന്ത് അർഹതയാണ് ഉള്ളത് എന്ന് ഞാൻ വിചാരിച്ചു പോവുകയാണ്. ഇന്നും ഒരുപാട് കിതാബിയായി വലിയ ബന്ധമുള്ള നമ്മൾ മജീദ് ഫൈസി ഉസ്താദിനെ പോലത്തെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ഉസ്താദിൻ്റെ ഒരു മേഖലയല്ല, ഒരു പഠനത്തിൻ്റെ അധ്യാപനം ഒരു മേഖലയല്ല, എല്ലാ മേഖലയിലും എല്ലാവരെയും ചെറിയ വാക്കുകൊണ്ട് സ്വഭാവം കൊണ്ട് അവരെ നന്നാക്കിയെടുക്കാനും അവരെ ജീവിതത്തെ പകർത്തിയെടുക്കുവാനും ഉസ്താദിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദുന തങ്ങൾ ഇരിക്കുന്നു. തങ്ങളും ഉസ്താദും നമ്മുടെ ലത്തീഫിയയ്ക്ക് വേണ്ടി എത്ര സ്ഥലങ്ങളും നടന്നതാണ്. ഞാൻ ഓർക്കുന്നു, ഞാൻ കുന്നിലപ്പള്ളിയിൽ ദർസ് നടത്തുന്ന സമയത്ത് ആദ്യമായി ഈ സ്ഥാപനത്തിലേക്ക് ശീലന്യാസം ഇതിനെ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഒരു ദിക്ർ ഹൽക്ക ഇവിടെ നടക്കുകയുണ്ടായി. ആ ദിക്ർ ഹൽക്ക തങ്ങളും ഉസ്താദും വന്നിട്ടാണ് ഞങ്ങളെ കുന്നിലപ്പള്ളിയിൽ നിന്നിട്ട് മുത്തഅല്ലിമീങ്ങളെയും എന്നെയും ക്ഷണിച്ചത്. അന്നത്തെ ഓർമ്മ, ആ ദിക്റിൻ്റെ ഓർമ്മ കാസിം മൈലാരെ
ചെറിയ പ്രസംഗവും എനിക്ക് ഓർമ്മ വരുന്നു. നമ്മളെ ബഹുമാനപ്പെട്ട തങ്ങളും അലിക്കുഞ്ഞ് ഉസ്താദും നമ്മളെ അഹമ്മദ് ഉസ്താദും അവരെല്ലാം ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും നമ്മെ വിട പറഞ്ഞുപോയി. അള്ളാഹു അവരോടൊപ്പം സ്വർഗത്തിൽ അള്ളാഹു നമ്മൾ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട വന്യരായ തങ്ങൾ നമുക്കെല്ലാവർക്കും ഓർക്കാൻ ഈ മുഖം കുറേ കാലം നമുക്ക് കാണണം. അപ്പോഴാണ് നമ്മളെ ഉസ്താദിൻ്റെ ഓർമ്മ നമുക്ക് വരുന്നത്. ഈ മുഖം കാണുമ്പോൾ അവർ ഒന്നായിട്ട് പലപ്പോഴും ഈ ബസ്സിലും അതുപോലെ കാറിലും പല നിലക്കും യാത്ര ചെയ്തവരും അധ്വാനിച്ചവരുമാണ്. തങ്ങളെ മുഖം കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ശൈഖുന താജുശ്ശരിയ ശൈഖുൽ മുർഷിദുമായ ഉസ്താദിനെയാണ്. അള്ളാഹു തങ്ങൾക്ക് ദീർഘായുസും ആഫിയത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആഫിയത്ത് അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഒരുപാട് കാലം നമുക്കും തങ്ങളുടെ നേതൃത്വത്തിലായി ഈ അനുസ്മരണ വേദിയിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു ദീർഘായുസും ആഫിയത്തും തന്ന് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുറാഹിമീന ഇന്നലെ ഉസ്താദിൻ്റെ പുരയിൽ ഷാദുലി റാത്തീബ് ഉണ്ടായിരുന്നു. അൻവർ എന്നെ വിളിച്ചിരുന്നു, അൻവർ സക്കാഫി. എനിക്ക് വളരെയധികം അതിൽ വരണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. ഉസ്താദിൻ്റെ മക്കളെ സ്നേഹിക്കൽ നമ്മുടെ കർത്തവ്യമാണ്. ഉസ്താദിൻ്റെ മക്കളെയും ഉസ്താദിൻ്റെ കുടുംബത്തെയും ഓർക്കലും അവരെ നന്നാക്കലും അവരുടെ നല്ല കാര്യങ്ങൾ അവരോട് പറയലും നമ്മുടെ എല്ലാവരുടെയും ഉസ്താദിനോട് സ്നേഹമുള്ള കടപ്പാടുള്ള നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. പക്ഷെ അന്ന് വരാത്തതിൽ ഇന്നാലെ എനിക്ക് വിഷമമുണ്ടായിട്ടുണ്ട്. ഞാൻ കണ്ടപാട് അന്നൂരിനോട് പറഞ്ഞു, ക്ഷമിക്കണം, എനിക്ക് ഇന്നാലെ വരാൻ വേണ്ടി സാധിച്ചില്ല എന്ന്. അവർ സ്വന്തം പറഞ്ഞിട്ട് വരാതിരിക്കുമ്പോൾ അതൊരു കുറവ് തന്നെയാണ്. നമ്മളെ സ്വന്തം കുറവ് എത്രയോ നമ്മുടെ ശരീരത്തിലുണ്ട്, അതിൽപ്പെട്ട ഒരു കുറവാണ്. അള്ളാഹു അവരെയും ഉസ്താദിൻ്റെ അവരെ ഉമ്മയും ആ കുടുംബത്തെയും അള്ളാഹു താല ഉയർച്ചയിൽ നിന്നും ഉയർച്ചയ്ക്ക് അള്ളാഹു താല ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ദീർഘായുസ്സും ആഫിയത്തും സന്തോഷം ആ കുടുംബത്തിൽ അള്ളാഹു ചൊരിച്ചു കൊടുക്കുമാറാകട്ടെ. അവരോടൊപ്പം നമുക്കും നമ്മുടെ ജീവിതത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള മടക്കങ്ങളും എല്ലാം അള്ളാഹു താല നീക്കി സന്തോഷം ഹൈറുമുള്ള ജീവിതം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകി നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തന്ന് ഉസ്താദിൻ്റെ ഒപ്പം നമുക്കെല്ലാവർക്കും സ്വർഗത്തിൽ പ്രവേശിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.